ഭഗവാന്റെ നഗരിയിൽ നിന്നും വസതിയിലേക്ക് രുക്മിണി സത്യഭാമ സമേതനായി ആ വീരപുരുഷൻ വസിച്ചിരുന്ന ഗൃഹത്തിൽ ഭഗവാൻ ഇവിടെയാണ് തന്റെ ശംഖിനെ ഉയർത്തിയത്. ശംഖാകൃതിയിലുള്ള ദ്വീപ്. 96 വർഷങ്ങളോളം ഭഗവാൻ ജീവിതം ചിലവഴിച്ചിരുന്ന ഗൃഹം. മഹാഭാരത യുദ്ധത്തിന് ശേഷം 36 വർഷങ്ങളോളം. ബേട്ട് ദ്വാരക. ബേട്ട് എന്നാൽ സമ്മാനം, ദിവ്യമായ സമ്മാനം. സുഹൃത്തായ സുദാമയുടെ സമ്മാനം സ്വീകരിച്ച ദ്വാരക, ബേട്ട് ദ്വാരക. 2024 വരെ സമുദ്രമാർഗം മാത്രം എത്താമായിരുന്ന ശംഖോദർ. 2024 പ്രിയപ്പെട്ട മോദിജി ഉദ്ഘാടനം നിർവഹിച്ച സുദർശന പാലം ദ്വാരകയെ ഈ ദ്വീപിനോട് ബന്ധിപ്പിക്കുന്നു. നിസ്വാർത്ഥ സൗഹൃദത്തിനും ദിവ്യമായ സ്നേഹത്തിനും സാക്ഷിയായ ഭഗവാന്റെ ഭൂമിയിലെ വാസസ്ഥലത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഭാഗം. തന്റെ ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചിലവഴിച്ചിരുന്ന ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വീരപുരുഷന്റെ വസതി. കൃഷ്ണൻ ഒരു ദേവൻ മാത്രമായിരുന്നില്ല, ജീവിതത്തിൻ്റെ സമഗ്രതയുടെ പ്രതീകമാണ്. ഒരു മാസ്റ്റർ. അദ്ദേഹം ദ്വന്ദ്ങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്നേഹവും യുദ്ധവും, ആനന്ദവും വിഷവും, പ്രപഞ്ചവും ഞാനും അഥവാ വ്യക്തിത്വവും ഒന്നിലേക്കും ആകർഷണമില്ലാതെ പൂർണ്ണമായി എങ്ങനെ ജീവിക്കാമെന്ന് നമുക്ക് കാണിച്ചെന്ന വീരപുരുഷൻ. അദ്ദേഹത്തിൻ്റെ വീരഗാഥകൾ പാടി നടക്കുന്നതിന് പകരം ഭഗവാന്റെ ജീവിതം ഉൾക്കൊണ്ട് അതൊരു ഉൾക്കാഴ്ചയാക്കി ഭഗവാൻ കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മുടെ ദ്വന്ദ്മായ ജീവിതത്തെ എങ്ങനെ ആഘോഷമാക്കി മാറ്റാമെന്ന ചിന്തകൾ നമ്മിലും ഉടലെടുക്കട്ടെ. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കടലിൽ മുങ്ങിയ കൊട്ടാരം. ഏകദേശം 500 വർഷം പഴക്കമുള്ള വല്ലഭാചാര്യനാൽ നിർമ്മിതമായ കൊട്ടാര സദൃശമായ ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന മതിൽക്കെട്ടിനുള്ളിൽ.